ഇന്ന് നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് ഉയിർ എന്ന് പറയുന്ന പുതിയതായി റിലീസ് ചെയ്ത സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. ഈ സിനിമ ഒരു ക്രൈം നമ്പർ 77/17 എന്ന് പറയുന്ന ഒരു എഫ്ഐആറിനെ തുടങ്ങുന്ന ഒരു വാർത്ത മാതൃഭൂമിയിലെ ലേഖകനായിരുന്ന ബിജു പരവത്ത് എഴുതുന്ന ഒരു വാർത്തയാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായ കഥ. അത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളിലേക്കെല്ലാം എത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം. എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് സിനിമയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയാണ്. 2017 കണ്ണൂരിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി മാതൃഭൂമിയിൽ ബിജുവിടെ ഉണ്ട്. ബിജു എഴുതിയ ഒരു വാർത്തയും പിന്നെ അതിന്റെ സംഭവത്തിന് പുറകിലുള്ള യഥാർത്ഥ ആളായ പോലീസ് ഓഫീസറായിരുന്ന ശ്രീ അൻഷാദ് സാറും എന്നോട് പറഞ്ഞ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു സിനിമ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഒരു സിനിമ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ഒരു സംഭവകഥ സിനിമയാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിന് പറ്റുന്ന ഒരു ആക്ടറെ കണ്ടെത്തുക, അതിന് പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് എൻ്റെ കൂടെ കുറച്ചു നിന്ന ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ തിരക്കഥാകൃത്തായ നിഖിലാണ് പ്രൊഡ്യൂസറെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സിനിമ എന്ന രീതിയിൽ അത് എത്തിക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. തീർച്ചയായും ഞാനൊരു പോലീസ് ഓഫീസറാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇതുപോലെ ചെയ്യാറുണ്ട്. പലപ്പോഴും അത് എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഒരു അന്നത്തെ ഞാൻ പ്രൊബേഷനായിരുന്നു അന്ന്. സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥരുടെ നല്ല സപ്പോർട്ടുണ്ട്. ഒരു പ്രൊബേഷൻ ചെയ്യാകുമ്പോൾ നമുക്ക് അന്ന് കുറെ കൂടെ ഉത്തരവാദിത്തങ്ങളില്ല. കാരണം എൻ്റെ മേലുള്ളവർക്കായിരിക്കും കൂടുതൽ അന്വേഷണം നടത്താനുള്ള നമുക്ക് സമയവും സാഹചര്യവും, ഒരു തെറ്റൊക്കെ വന്നാലും തന്നെ അത്യാവശ്യം ക്ഷമിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യവും ആദ്യ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. കാരണം അത്തരമൊരു വരുമ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പൊക്കോ എന്ന് പറയാൻ എൻ്റെ മേലുദ്യോഗസ്ഥർ അന്ന് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എനിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊക്കെ മക്കളുള്ള ആൾക്കാരാണ്. ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരു മിസ്സിങ് ആവണമെന്ന് പറയുമ്പോൾ അത് എന്നെയും നല്ല രീതിയിൽ, എനിക്കും അന്ന് ആ സമയത്ത് എനിക്ക് എൻ്റെ മോനും മാത്രം ഒരു പ്രായം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ അന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയുണ്ട് കുട്ടികളെ കിട്ടാനായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എന്താ പറയുക, ഉള്ളിൽ നിന്നൊരു കിട്ടണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ബൈ ഗോഡ് ഗ്രേസ് വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി, ആ കുട്ടികളെ കണ്ടെത്താനും പറ്റി എന്നുള്ളതാണ്. തീർച്ചയായും എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത്, കാരണം പോലീസിലകത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റും. ഒരു സ്ത്രീയും കുട്ടിയൊക്കെ മിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കേസ് നമ്മൾ ഒരു കാരണവശാലും ക്ലോസ് ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ അടുത്തൊരു വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഫയല് വിളിപ്പിക്കുകയും കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് നടത്താറും ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ചില കേസുകൾ കിട്ടിയിട്ടുണ്ട്, ചിലത് കിട്ടാറില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. സത്യം, അത് ഞാൻ ഉള്ളിലുള്ളത് കൊണ്ട് പറയാണ്. സാർ, ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിലൊരു കമന്റ് ഞാൻ പറഞ്ഞോട്ടെ, ചിലപ്പോൾ തെറ്റായിരിക്കാം. നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു കുഞ്ഞോ ഒരു സ്ത്രീയോ ആരോട്ടെ, കുഞ്ഞുങ്ങളെ നമ്മൾ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞുങ്ങൾ, അല്ലേ? ഞാൻ ജർമ്മനിയിൽ ഞാൻ സെറ്റിൽഡ്, എൻ്റെ ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പം പലപ്പോഴും ഞാൻ കമ്പയർ ചെയ്യപ്പെടാറുണ്ട് ചില കാര്യങ്ങൾ. നമ്മളുടെ നാട്ടില് കുഞ്ഞുങ്ങള് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞുങ്ങളെന്ന് നമ്മൾ എത്ര പേര് കരുതല്ല. നമ്മൾ പോലീസിനെ മാത്രം പോയിന്റ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് മിസ്സായാൽ അത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? അല്ല. നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ പേഴ്സണലി ആണ്. ചിലപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നതൊക്കെ എന്നേക്കാളും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഡേ ടു ഡേ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എന്നാണ് ഇത് കാണാൻ തുടങ്ങുന്നത്? നമ്മളുടെ ഒരു ന്യൂസിൽ ഒരു കുഞ്ഞിനെതിരെയുള്ള ഒരു കുറ്റകൃത്യം, നമ്മളത് എത്രയാണ് അതിന്റെ പണിഷ്മെന്റ്? ഒരു പോലീസ് ഓഫീസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും എന്താണ് അവർക്ക് കിട്ടാവുന്ന പണിഷ്മെന്റ്?
ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ രീതി നമ്മളെ അത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പല ന്യൂസും വായിച്ചിട്ടുണ്ട്, പല സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്, പല പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യങ്ങൾ. കാരണം ചില എൻ്റെ റിലേറ്റീവ്സിൽ കുറെ പേര് പോലീസ് ഫോഴ്സിലുണ്ട്. നമ്മളിപ്പോ പോലീസുകാരന് ഓക്കെ, അത് പോലീസുകാർ അത്ര ലാഘവത്തോട് കൂടിയിട്ട് എടുക്കണത് കാണുന്നില്ല. ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരും ഒരു നമ്മുടെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അവർക്ക് ഫാമിലി ഉണ്ട്, വൈഫ് ഉണ്ട്, കുട്ടികളുണ്ട്. ഇന്നിപ്പോ അൻഷദ് സാർ നമ്മളുടെ മൂവി പ്രൊമോഷന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മൂവി നേരത്തെ മാഡം ചോദിച്ച പോലെ ആ കുട്ടികൾ എന്ത് ചെയ്യണു, ഞങ്ങൾക്ക് ആർക്കും ആ കുട്ടികളെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. നമ്മൾ അങ്ങനെ ആ കുട്ടികളെ വെച്ച് നമ്മളുടെ മൂവി പ്രൊമോട്ട് ചെയ്യാനോ മറ്റുള്ള കാര്യത്തിനോ നമുക്ക് ആഗ്രഹമില്ല. കാരണം ആ കുട്ടികൾക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവരുടെ ഒരു സ്വകാര്യതയുണ്ട്. അതിലേക്ക് നമ്മളുടെ ഒരു സിനിമ പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളത് പേഴ്സണലി എല്ലാവരുടെയും ഒരുമിച്ചുള്ള തീരുമാനം തന്നെയായിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആവണം. കുഞ്ഞുങ്ങൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഒരു 10 പേര് നമ്മൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളതിലും നമ്മൾ ഷെയർ ചെയ്യണ കാര്യങ്ങൾ പോലെ ഒരു കുഞ്ഞു മിസ്സായ കാര്യം നമ്മൾ ഷെയർ ചെയ്യാറില്ലല്ലോ. നമ്മൾ എത്ര പേര് അതിലേക്ക് അറ്റൻഷൻ കൊടുക്കാറുണ്ട്? ചെയ്യാറുണ്ട്. പക്ഷെ അതിലുള്ള എത്ര അറ്റൻഷൻ കിട്ടുന്ന സെലിബ്രിറ്റീസ് പോലെയുള്ള ആൾക്കാർ ആ ടോപ്പിക് എടുക്കാറുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞു മിസ്സായി, നമ്മളുടെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് അവരുടെ പേജിൽ ഷെയർ ചെയ്യാറുണ്ടോ ആ കുഞ്ഞു മിസ്സായ കാര്യം? ഇല്ല. എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്? അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അത് അവരുടെ മാറ്റർ അല്ല. ഇപ്പൊ പോലീസിന് എത്ര സെലിബ്രിറ്റീസ് ഉണ്ട് നമ്മളുടെ നാട്ടിൽ? കേരളത്തിലെ മാത്രം എടുക്കും. ഒരൊറ്റ പേജിൽ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അറ്റൻഷൻ ശ്രദ്ധിക്കണ എത്ര പേരുണ്ട്? നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് പോലീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അതോ പോലീസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? ഈ സിനിമ ഇറങ്ങിയ പിന്നെ എനിക്കൊരു തോന്നിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് പേര് എന്നെ കണ്ടെത്തി വിളിച്ചിരുന്നു. കാരണം നമ്മളും ട്രെയിനിൽ പോകുമ്പോൾ ഇത്തരം കുട്ടികളെ കാണാറുണ്ട്. പിന്നെ പല ഭാഗത്ത് വെച്ചും പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല, ആരോ എന്തോ എന്നുള്ളത്. പക്ഷെ ഇതിനകത്തും ഇത്രയും ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇനി നാളെ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ചോദിക്കാനോ, കുട്ടികൾ എവിടെ നിന്നാണ് നിങ്ങൾ വന്ന് ഈ ഒരു സിനിമയിൽ തന്നെ നിങ്ങൾ എത്ര പേർ കണ്ടെന്നറിയില്ല, കണ്ടാൽ തന്നെ അറിയാം. കാരണം ആ ജേണിയിൽ എത്ര പേര് ആ കുട്ടികളെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അതുവരെ എത്താൻ എത്ര ആൾക്കാർ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയും കയറിയും പോയിട്ടുണ്ടാവും. ആരും ശ്രദ്ധിക്കപ്പെടാതെ അതുവരെ അവരെത്തിയെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ ആ ഒരു ഈ സിനിമ നൽകുന്നതും അത്തരം ഒരു മെസ്സേജ് തന്നെയാണ്. കാരണം നാളെയൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരു കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, മക്കൾ എവിടെ നിന്ന് കയറിയതാണ്, ആരും ഇല്ലേ കൂടെ എന്നുള്ള കാര്യം. അതെന്നെ ഒരുപാട് പേര് വിളിച്ചു. അതെനിക്കൊരു ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യം. ഈ സിനിമയിൽ ഇറങ്ങിയപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാലക്കാട് വരെ ഒരു യാത്ര ചെയ്യുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന ഒരു കുട്ടികൾ, കൊച്ചു കുട്ടികൾ, ഒരുപാട് സാധ്യതകളുണ്ട്. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ അവർക്ക് ഇറങ്ങാം, ഒരാളില്ലെങ്കിൽ, പാരൻസ് ഇല്ലെങ്കിൽ. നല്ല കൈകളിലെത്താം അല്ലേ? കാരണം ഈ കുട്ടികളെ കണ്ട് നല്ല കൂട്ടിയിട്ട് വന്ന് പലപ്പോഴും പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിക്കൂടെ, ചീത്ത കൈകളിലെത്താം. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലാണെങ്കിൽ അതിനുള്ള ഒരുപാട് സാധ്യത കൂടുതലായിരുന്നു. ഈ കുട്ടികൾ നല്ലൊരു കൈകളിൽ എത്തുക എന്നുള്ളത് അത് തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം വളരെ പേടിയുള്ളത്. കാരണം അത് ഈ ഇത്തരം ബാംഗ്ലൂർ ആയാലും ശരിയായാലും മറ്റുള്ള ഏതും നഗരത്തിന് നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ അവിടെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് കൂടുതലായിരുന്നു. ഇവർ അവിടെ സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം സത്യം പറഞ്ഞാൽ നമുക്കൊരു നിഗൂഢമല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ വെച്ച്, കാരണം നമുക്ക് കിട്ടിയ ഫോട്ടോയും വളരെ മുൻപത്തെ ഫോട്ടോ ആയിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അന്ന് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് വന്ന് എത്തരണം നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഫേസ്ബുക്കിൽ അന്നൊക്കെ ഫേസ്ബുക്ക് തുടങ്ങി ജസ്റ്റ് ഉള്ള സമയമായിരുന്നു. ഈ കുട്ടികളുടെ ഞാൻ അന്ന് ഷെയർ ചെയ്തിരുന്നു ഈ ഫോട്ടോസ് വെച്ചിട്ട്, എൻ്റെ ഫോൺ നമ്പറും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടപ്പോഴൊന്നും നമ്മൾ ആരെങ്കിലുമൊക്കെ ഇത് കാണണേ എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ആ ഒരു അന്വേഷണം ഒരു നല്ല രസകരമായിരുന്നു തന്നെ പറയാം. ഒന്നാമത് അൻഷദ് സാറ് സഞ്ചരിച്ച വഴിയിലൂടെയാണ് നമ്മൾ തിരക്കഥ പ്രിപ്പയർ ചെയ്തത്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ കഥയുടെ ഭാഗമുള്ള യഥാർത്ഥ മനുഷ്യരൊന്നും നമ്മൾ പേഴ്സണലി നമുക്കൊന്നും അറിയില്ല, ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. പിന്നെ ഓൺ ഗോയിങ് ട്രയൽ ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. കാരണം കേസിന് അത് ബാധിക്കാൻ പാടില്ല. പിന്നെ ഇതുപോലൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് തിരക്കഥയാക്കുമ്പോൾ ആ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ട്. അത് കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോഴും അത് എഴുതുമ്പോഴൊക്കെ
നമ്മൾ ഇദ്ദേഹം കടന്നുപോയ അല്ലെങ്കിൽ കണ്ട വേദനകളെല്ലാം നമ്മുടെ ഓഡിയൻസിനൂടെ എത്തുമെന്നുള്ള എപ്പോഴും ഒരു ടെൻഷനായിരുന്നു. പിന്നെ കുറേ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ സിനിമാറ്റിക് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്ഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലപ്പേരുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കഥാപാത്രങ്ങളുടെ പേര്, അവരുടെ സ്വഭാവം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് ഒരു സിനിമാറ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ ഒരു ചോദ്യം വന്നു, ബോംബെയിൽ അത്രയും രൂക്ഷമായ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു രൂക്ഷമായ ഒരു സിറ്റുവേഷൻ നല്ല പിള്ളേരെ കിട്ടിയത്. നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കുറച്ച് അത് എക്സാജറേറ്റ് ചെയ്യേണ്ടി വന്നു. അതാ സിനിമ എന്ന് പറയുന്ന ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഒരു ഓൺഗോയിങ് കേസും യഥാർത്ഥത്തിൽ ഇദ്ദേഹം സഞ്ചരിച്ച വഴി രണ്ടും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് റെഫറൻസ് ഒക്കെ ഒരുപാട് എടുക്കേണ്ടി വന്നു. കേസിനൊന്നും ടാമ്പർ ചെയ്യാത്ത രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ. നമ്മൾ ഈ കഥ ചെയ്യുമ്പോൾ അത് മാക്സിമം നമ്മുടെ യഥാർത്ഥ സംഭവത്തോട് നീതി പുലർത്തിയിട്ട് വേണം ഈ സിനിമ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവണം. അവർക്ക് ലാഗ് തോന്നാൻ പാടില്ല. അങ്ങനെ സിനിമയ്ക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത്തരം ചില ഫ്രീഡങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതല്ലാതെ യഥാർത്ഥ കഥയിൽ നിന്ന് ഒരുപാട് വിട്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞിട്ട് സിനിമയാക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ പരമാവധി യഥാർത്ഥത്തോട് നീതി പുലർത്തണം എന്നുള്ളതുകൊണ്ടാണ് ക്യാരക്ടറിനെ ഞങ്ങൾ സ്വീകരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ സിനിമ കാണുമ്പോൾ അവരെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തി വരുമ്പോൾ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും ആ സിനിമയേക്കാൾ ഉപരി ആ സിനിമ, ആ ജീവിതം എൻ്റെ ഉള്ളിൽ സിനിമയായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, അതാവോ അല്ലെങ്കിൽ അത് മാറിപ്പോവോ. കാരണം നമ്മൾ ഈ വടക്കം വീരഗാഥ കാണുമ്പോൾ ചന്തുവിൻ്റെ മുഖമൊക്കെ മമ്മൂട്ടീൻ്റെ മുഖമാണെന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ കുട്ടികളെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ അന്ന് പൊതുവേ ഞാൻ എൻ്റെ വാർത്തയോ ഫേസ്ബുക്കിലിടുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമല്ലോ. അന്ന് പക്ഷെ എനിക്കിത് എഴുതാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് 2017 ഞാൻ മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് എനിക്കത് ഒരു വാക്ക് തുടങ്ങാൻ പറ്റുന്നത്. ഞാൻ എന്നിട്ട് അത് എഴുതുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ വാക്കുകൾ മരവിച്ചു കിടക്കുന്നു, ഞാൻ ഇന്ന് പരാജയപ്പെട്ട ദിവസമാണ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ ഈ സ്റ്റോറിയുടെ അവസാനം ഞാൻ എഴുതുന്നുണ്ട്, ഈ മകന് എന്നും ഈ സഹോദരിയെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ പറ്റട്ടെ എന്ന്. അത്രയും വൈകാരികമായി നമുക്കൊരു കുട്ടിയെ ഉള്ളിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഇൻസിഡന്റിന്റെ പിന്നാമ്പുറം. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.